കൃത്യമായി തന്നെ ഒരു ഹിന്ദു സമൂഹത്തിൽ ജനിക്കുകയും ഹിന്ദു മതാചാരങ്ങൾ അനുഷ്ഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അതുപോലൊപ്പം തന്നെ RSSൻ്റെ ശാഖയിൽ ഉൾപ്പെട്ട ഒരു കുടുംബമായതുകൊണ്ട് ജീവിതകാലം മുഴുവനും അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്നും ഈ രാഷ്ട്രം ഒരു ഹിന്ദു രാഷ്ട്രമാക്കണമെന്നുമുള്ള അതിയായ ആഗ്രഹം. അതാണ് RSSകാരനായ ഓരോരുത്തൻ്റെയും ആവശ്യമെന്നുള്ള നിലക്ക് അതിനെയാണ് ജീവിത ലക്ഷ്യമായി കണ്ടുപോകുന്നത്. അവിടെ നിന്ന് പഠിക്കുമ്പോൾ മറ്റു മതദർശനങ്ങൾ ഇതിലേക്ക് കടന്നു വരികയും ഈ ലോകത്ത് അവരവരുടെ ആധിപത്യം സമർപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്, അതിനെ എതിർക്കണമെന്നും അത് പഠിപ്പിക്കുന്ന തത്വശാസ്ത്ര സംഹിതകളെ എതിർക്കണമെന്നുള്ള വലിയമായ ഒരു ആശ. അതിനെങ്ങനെ സാധിക്കും? അവരുടെ പ്രസിദ്ധീകരണങ്ങൾ വായിക്കുകയും അതിലൂടെ അവരെ എതിർക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും എതിർക്കുകയും ഈ ലോകത്തു നിന്ന് അവരെ കെട്ടുകെട്ടിക്കണമെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു. എൻ്റെ കുഞ്ഞുനാൾ മുതൽ തന്നെ അച്ഛൻ്റെ കൈ പിടിച്ചുകൊണ്ട് RSSൻ്റെ ശാഖകളിലേക്ക് പോകുമ്പോൾ മനസ്സിനും എന്നും ഒരു ആശയുണ്ടായിരുന്നു. ആ തത്വശാസ്ത്ര സംഹിത ഉൾക്കൊണ്ട് അച്ഛൻ്റെയും അതുപോലെ തന്നെ പാരമ്പര്യമായി കൊണ്ടുപോകുന്ന ആ കൂട്ടുകെട്ടിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കണമെന്നുള്ളൊരാശ. അങ്ങനെ പഠിക്കുമ്പോൾ ഇവിടുത്തെ പല ഇസ്ലാമിക സംഘടനകളും പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്ന പല പുസ്തകങ്ങളും നമ്മുടെ RSSൻ്റെ ശാഖകളിൽ പരാമർശിക്കാറുണ്ട്. അവരുൾക്കൊള്ളുന്നതും സ്വന്തമായ ഒരു ദീനിനെ നിലനിർത്തണമെന്ന ആശയോടല്ല, മറിച്ച് ഞാൻ പേരെടുത്ത് തന്നെ പറയാം, ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകളുടെ പുസ്തകങ്ങൾ പല ശാഖകളിലും ഇന്നും അതിനെ പരാവർത്തനം ചെയ്ത് പഠിപ്പിക്കുകയും അതിൽ പറയുന്ന ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഇവിടെ ഒരു ഭരണമുണ്ടാക്കണം, ഇതിനെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്ന അവരുടെ അതിയായ താല്പര്യം നമുക്കൊരിക്കലും ഒഴിച്ചുകൂടി നിർത്താൻ പറ്റാത്തൊരവസ്ഥയാണ് എന്ന് പഠിപ്പിക്കുന്നു RSSൻ്റെ ശാഖയിൽ. കണ്ടോ? അപ്പൊ RSSൻ്റെ ശാഖകളിൽ പഠിപ്പിക്കപ്പെടുന്നത് ഇവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രമുണ്ടാക്കാൻ വേണ്ടിയാണ് മുസ്ലിം സമൂഹം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ RSSകാരൻ കൃത്യമായി എഴുതിവിട്ടിട്ടുണ്ട്, ഒരിക്കലും ഇന്ത്യ രാജ്യത്ത് മുസ്ലിമിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന്. വിശ്വസിക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല, നേരെ മറിച്ച് ഇന്ത്യ രാജ്യത്ത് ഒരു യുദ്ധമുണ്ടായാൽ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധമുണ്ടായാൽ തീർച്ചയായും ഇവിടുത്തെ മുസ്ലിമീങ്ങൾ ഇന്ത്യ രാജ്യത്തെ ഒറ്റുകൊടുക്കുമെന്ന് സംഘപരിവാര ശക്തികൾ എഴുതി പഠിപ്പിക്കുന്നുണ്ട്. അതിന് പ്രചോദനമായി ഹൈന്ദവ സഹോദരങ്ങൾക്ക് അവർക്ക് സ്പിരിറ്റ് ഉണ്ടാക്കാൻ, RSSുമായി അവർക്ക് അടുപ്പമുണ്ടാക്കാൻ അവരുടെ ചെവിയിൽ ഓതിക്കൊടുക്കുന്നത് ഇവിടെ മുസ്ലിങ്ങൾ പ്രവർത്തിക്കുന്നത് ഇന്ത്യ രാജ്യത്തെ നിലവിലുള്ള മതേതരത്വ ജനാധിപത്യം അട്ടിമറിച്ചിട്ട് ഇന്ത്യ രാജ്യത്തെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാനുള്ള പരിശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെളിവെന്താണ് സാഹിബേ? മൗദൂദി സാഹിബിന്റെ പുസ്തകം RSSന്റെ ശാഖകളിൽ വായിക്കപ്പെടുന്നു, RSSന്റെ ശാഖകളിൽ പഠിപ്പിക്കപ്പെടുന്നു. ഈ നിലക്ക് RSSകാരെ വളർത്തുവാൻ, RSSനെ വളർത്തുവാൻ RSS ഉപയോഗിക്കുന്നതും മൗദൂദി സാഹിബിന്റെ പുസ്തകങ്ങൾ തന്നെ. അതുകൊണ്ട് അവസാനിക്കുന്നില്ല. ആ സഹോദരൻ ഒരു കാലഘട്ടത്തിൽ RSSന്റെ ശാഖയിൽ പ്രവർത്തിച്ചിരുന്ന ആ സഹോദരൻ തന്റെ അനുഭവം വിശദീകരിച്ചുകൊണ്ട് പറയുന്ന മറ്റൊരു ഭാഗമുണ്ട്. അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു കൈയിൽ വാളും മറ്റൊരു കൈയിൽ ഖുറാനും വച്ചുകൊണ്ട് ഇതിൽ ഏതാണ് ആവശ്യമെന്ന് മനുഷ്യ സമൂഹത്തിനോട് ചോദിക്കുകയും അതിൽ ഖുറാൻ വേണ്ട എന്ന് പറയുന്നവനെ വാളുകൊണ്ട് വെട്ടുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ അവനെ വധിച്ചു കളയുന്ന ഒരവസ്ഥയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്നാണ് ഞാൻ ആദ്യകാലം മുതൽ പഠിച്ചു തുടങ്ങിയത്. അതുപോലെ തന്നെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്ന ഖുത്ബകൾ എന്ന് പറയുന്നത്, ആദ്യത്തെ മുമ്പേ മനസ്സിലാക്കിയിരുന്നത് വെള്ളിയാഴ്ച പ്രസംഗമെന്നാണ് മനസ്സിലാക്കിയിരുന്നത്. അവിടെ പല പള്ളികളും തന്നെ വാള് ഉപയോഗിച്ചുകൊണ്ട് ഖുത്ബ നടത്തുകയും അതുപോലെ തന്നെ ഒരു കൈയിൽ പുസ്തകം പിടിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് പരാമർശിച്ചിരുന്നത് ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം എങ്ങനെയാണ് പ്രബോധനം നടത്തിയത് അതുപോലെയാണ് അവിടെ പറയുന്നു എന്നാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയില്ല, കാരണം അവിടെ പറയുന്ന അറബിയിലാണ് പറയുന്നത്. ഒരു കയ്യിൽ വാളുണ്ട്, മറ്റൊരു കയ്യിൽ പുസ്തകമുണ്ട്. അവിടെ ചോദിക്കപ്പെടുന്ന നിങ്ങൾക്ക് ഖുറാൻ വേണോ വാൾ വേണോ എന്നാണ് ചോദിക്കുന്നത്. ഖുറാൻ വേണ്ട എന്ന് പറയുന്നതിനെ വധിക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനുമാണ് വെള്ളിയാഴ്ച ഖുത്ബകളിൽ പറയുന്നു എന്നാണ് RSSന്റെ ശാഖയിൽ പഠിപ്പിച്ചു പോകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ പഠിക്കണമെന്ന വലിയൊരു ആശയോടെ പല പുസ്തകങ്ങൾ തിരയുകയും ആ പുസ്തകത്തിൽ നിന്നും ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു കാര്യം ഏകദൈവ വിശ്വാസം തന്നെയാണ്. കണ്ടോ? ആ സഹോദരനോട് RSSന്റെ ശാഖകളിൽ പറഞ്ഞു കൊടുക്കുന്നത്, അല്ല, മുസ്ലിങ്ങളെ വെള്ളിയാഴ്ച നടത്തുന്ന ഒരു നിർബന്ധമായ ഒരു നമസ്കാരമുണ്ട്, ജുമാ നമസ്കാരം. ആ ജുമാ നമസ്കാരത്തിന് മുമ്പ് ഖുത്ബ നിർവഹിക്കുമ്പോൾ ഇമാമിന്റെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ടാകും, വേറൊരു വാളുണ്ടാകും.
അത് മുഹമ്മദ് നബിയുടെ ദഅവത്തിന്റെ പ്രതീകമാണ്. മുഹമ്മദ് നബി അങ്ങനെ ദഅവത്ത് നടത്തിയത് ഒരു കയ്യിൽ ഖുർആനും മറ്റേ കയ്യിൽ വാളും. എന്നിട്ട് ഖുർആൻ വേണോ വാള് വേണോ? ഖുർആൻ സ്വീകരിച്ചാൽ വാള് വേണ്ട, എന്നാൽ ഖുർആൻ സ്വീകരിച്ചില്ലെങ്കിൽ അവരെ വാള് കൊണ്ട് വധിച്ചിരുന്നു. അതാണ് അഥവാ മുഹമ്മദ് നബിയുടെ ആദ്യകാല പ്രബോധനത്തിന്റെ പ്രതീകമാണ് ആ വെള്ളിയാഴ്ച മിമ്പറിൽ നടക്കുന്നത് എന്ന് പോലും RSSന്റെ ശാഖകളിൽ പഠിപ്പിക്കപ്പെടുകയും നമ്മുടെ നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങൾ നമ്മെക്കുറിച്ച് തെറ്റിദ്ധരിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെന്ന് ചിന്തിക്കണം. പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ ഈ അപകടത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കൃത്യമായി അവർ പറഞ്ഞിട്ടുണ്ട്. സാദുൽ മആദ് 1-ാം വാള്യം 97-ാം പേജിൽ കാണാം. وكثير من الجهل أنه كان يمسك السيف على المنبر إشارة إلى أن الدين إنما جاء على السيف وهنا جهل قبيح. തീർച്ചയായും وكثير من الجهل വിവരമില്ലാത്ത പല ആളുകളും വിവരമില്ലാത്ത ബഹുഭൂരിപക്ഷവും യളുന്നു അവർ ധരിച്ചുപോയി അന്നഹു കാന യുംസിക്കു സൈഫ് അലൽ മിമ്പർ, തീർച്ചയായും മിമ്പറിൽ ഇങ്ങനെ വാള് പിടിക്കുന്നത് ഇശാറത്തൻ അതൊരു അടയാളമാണ് ഇലാ അന്ന ദീന ഇന്നമാ ജാ അല സൈഫ്, തീർച്ചയായും ഇസ്ലാം വാളുകൊണ്ട് പ്രചരിച്ച മതമാണ്, ഇസ്ലാം വാള് കൊണ്ടുവന്ന മതമാണ് എന്നതിന്റെ അടയാളമാണ് മിമ്പറിൽ ഇമാം പിടിക്കുന്ന വാള് എന്ന് ബഹുഭൂരിപക്ഷവും തെറ്റിദ്ധരിച്ചു പോയി. വഹുനാ ജഹ്ലുൻ കബീഹ്, ഇതാണ് അങ്ങേയറ്റം മോശമായ വൃത്തികെട്ട വിവരക്കേട് എന്ന് പണ്ഡിതന്മാർ, പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ നിലക്ക് മിമ്പറിൽ പിടിക്കുന്ന വാള് പോലും കാണിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളെ ഹൈന്ദവ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ തെറ്റിദ്ധരിപ്പിച്ചു. ഇത്രത്തോളം അല്പമായ അറിവ് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിൽ സൂക്ഷിക്കുകയും ആ അജ്ഞതയുടെ മികവിൽ ഈ സമൂഹത്തെ കലാപകലുഷിതമായ ഒരു സാഹചര്യത്തിലേക്ക് ഈ രാജ്യത്തുള്ള സംഘപരിവാര ശക്തികൾ ആ സമൂഹത്തെ വഴിതെളിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ ഈ അജ്ഞത കൃത്യമായി ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിനിടയിൽ നിലനിൽക്കുമ്പോൾ തന്നെയും ഒരു നേതാവ്, ഒരു NDF-ന്റെ നേതാവ് പറയുന്നത് നമ്മുടെ നാട്ടിലെ RSSകാരന് ഖുർആൻ നന്നായി അറിയാം എന്നാണ്. ഖുർആൻ നന്നായി അവർക്കറിയാം. ആർക്ക്? നമ്മുടെ നാട്ടിലെ RSSകാരന് ഖുർആൻ നന്നായി അറിയാം. ഈ നാട്ടിലെ ബജ്റംഗ് ദളുകാരന് ഖുർആൻ നന്നായി അറിയാം. ഈ നാട്ടിലെ ശിവസേനക്കാരന് ഖുർആൻ നന്നായി അറിയാം എന്നാണ് ഇപ്പോഴും ഒരു നേതാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ വെറുതെ പറയുകയല്ല, കേട്ടോളൂ ആ വാചകം. മുസ്ലിങ്ങളുടെ ശത്രുക്കൾ അഥവാ RSS സംഘ് പരിവാര ശക്തികൾ മുസ്ലിങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാനും അവരെ ഉന്മൂലനം വരുത്താനുമൊക്കെ മുന്നിട്ടിറങ്ങുന്നതും ഇസ്ലാമിനെ കുറിച്ച് അവർ തെറ്റിദ്ധാരണയിലായതുകൊണ്ടാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ചോദ്യകർത്താവും ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗം അതാണ്. യഥാർത്ഥത്തിൽ ഈ ചോദ്യം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോ സംഘടനകളോ ആണ് തെറ്റിദ്ധാരണയിൽ അകപ്പെട്ടിട്ടുള്ളത് എന്നാണ് ആദ്യമായിട്ടത് എനിക്ക് പറയാനുള്ളത്. RSS അവർ സംഘടിച്ചിരിക്കുന്നത്, മുസ്ലിം ഉന്മൂലന ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് എന്നത് നമുക്കറിവില്ല എന്നതാണ് സത്യം. RSSകാർ അതല്ലെങ്കിൽ സംഘപരിവാര ശക്തികൾ മുസ്ലിം ഉന്മൂലന ശ്രമങ്ങൾ നടത്തുന്നത് ഇസ്ലാമിനെ കുറിച്ച് അറിയാഞ്ഞിട്ടല്ല. ഇസ്ലാം എന്താണെന്നും ഇസ്ലാം വളർന്നു വന്നു കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് എന്ത് സംഭവിക്കുമെന്നും, അതല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്ത് തന്നെയും എന്തൊക്കെ പരിവർത്തനങ്ങൾ നടക്കാൻ പോകുന്നു എന്നും വളരെ വ്യക്തമായി ധാരണയുള്ളവർ തന്നെയാണ് RSSന്റെ ആളുകൾ. അപ്പോൾ സംഘ് പരിവാരത്തിൻ്റെ ആശയം, അവരുടെ ഐഡിയോളജി, അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ യാഥാർത്ഥ്യം ബോധ്യപ്പെടുന്നതാണ്. ഇപ്പോൾ സംഘ് പരിവാരൻ്റെ നേതാക്കളിൽ നിന്ന് അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില പരാമർശങ്ങൾ ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും മുഴുവൻ കുഴപ്പങ്ങൾക്കും ഭീകര തീവ്ര വാദങ്ങൾക്കുമൊക്കെ അടിസ്ഥാന കാരണം ഇസ്ലാമിൻ്റെ ഏകദൈവ വിശ്വാസമാണെന്ന് RSSന്റെ ഇപ്പോഴത്തെ സർസംഘ് ചാലക് KS സുദർശൻ നമ്മുടെ കേരളത്തിൽ വന്നിട്ടാണ് സംസാരിച്ചത്. അത് പത്രദ്വാര നമ്മളൊക്കെ അറിഞ്ഞതാണ്. ഇസ്ലാമിൻ്റെ തൗഹീദ് എന്താണെന്നും ഏകദൈവ വിശ്വാസം എന്താണെന്നും അത് ജനങ്ങളിൽ ഉണ്ടാക്കുന്ന പരിവർത്തനം എത്രമാത്രം ദൂരവ്യാപകമായിരിക്കുമെന്നുമൊക്കെ വളരെ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കിയവർ തന്നെയാണ് RSSന്റെ ആളുകൾ. അതുപോലെ വിശുദ്ധ ഖുർആനിലെ ഒരുപാട് സൂക്തങ്ങൾ, ഈ സൂക്തങ്ങൾ ഖുർആനിൽ നിന്ന് വെട്ടിമാറ്റണം, എന്നിട്ട്
ഒരു ഭാരതവൽക്കരിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരു പതിപ്പായിരിക്കണം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്ന് RSSന്റെ അല്ലെങ്കിൽ VHPയുടെ നേതാക്കൾ ഇവിടെ സംസാരിക്കുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? വിശുദ്ധ ഖുർആൻ നന്നായി പഠിച്ചതിന് ശേഷം അതിൽ തങ്ങൾക്ക് അപകടകരം എന്ന് തോന്നുന്ന ആയത്തുകൾ മാത്രം പരതിപ്പിടിച്ച് നമ്മുടെ മുമ്പിൽ വെക്കാൻ മാത്രം അവർ വൈദഗ്ധ്യം നേടിയിരിക്കുന്നു ഖുർആനിൽ എന്നാണ്. ഇസ്ലാമിനെ കുറിച്ച്, ഇസ്ലാമിക ചരിത്രത്തെക്കുറിച്ച്, പ്രമാണങ്ങളെക്കുറിച്ച് വളരെ നന്നായി അവബോധമുള്ള ഒരു വിഭാഗമാണ് സംഘപരിവാറിൻ്റെ ആളുകൾ. അതുകൊണ്ട് ഇസ്ലാം അവർക്കറിയില്ല എന്നൊരു തെറ്റിദ്ധാരണ നമ്മുടെ തെറ്റിദ്ധാരണയാണ്. ആ തെറ്റിദ്ധാരണ നമ്മൾ മാറ്റുകയാണ് വേണ്ടത്. കണ്ടോ, നമ്മൾ മാറ്റിയാണ് വേണ്ടത്. സംഘപരിവാറുകാരന് ഏകദൈവ വിശ്വാസം അറിയാം, സംഘപരിവാറുകാരന് ഏകദൈവ വിശ്വാസം അറിയാം. എന്താണ് തെളിവെന്താ? സംഘ് ചാലക് സുദർശനൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? അതേ ഏകദൈവ വിശ്വാസമാണ് മുഴുവൻ ഭീകരവാദത്തിനും വഴിവെച്ചത്. അതുകൊണ്ട് സുദർശന് ഏകദൈവ വിശ്വാസം മനസ്സിലായി. ഏകദൈവ വിശ്വാസം സുദർശന് മനസ്സിലായി എന്നതിന്റെ തെളിവെന്താണ്? അദ്ദേഹം പറഞ്ഞു ഏകദൈവ വിശ്വാസമാണ് ലോകത്തുള്ള ഭീകരവാദത്തിന് മുഴുവൻ ഇവിടെ വഴിവെച്ചത് എന്നാണ് സുദർശനൻ പറഞ്ഞത്. അത് ഏകദൈവ വിശ്വാസം മനസ്സിലാക്കിയത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഖുർആൻ തിരുത്തണം, ഖുർആനിലെ ചില ആയത്തുകൾ തിരുത്തണമെന്ന് ഇവിടുത്തെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ ആവശ്യപ്പെട്ടു. അത് ഖുർആൻ പഠിച്ചത് കൊണ്ടാണ്. അപ്പൊ ഖുർആൻ പഠിച്ചാൽ എന്ത് മനസ്സിലാകും? ഖുർആൻ പഠിച്ചാൽ മനസ്സിലാകും ഖുർആനിലെ ചില ആയത്ത് തിരുത്തണം. ഏകദൈവ വിശ്വാസം, ഇസ്ലാമിലെ ഏകദൈവ വിശ്വാസത്തെ കുറിച്ച് നന്നായി പഠിച്ചാൽ എന്ത് മനസ്സിലാകും? ഈ ഏകദൈവ വിശ്വാസം ലോകത്ത് ഭീകരവാദം ഉണ്ടാക്കുന്ന വിശ്വാസമാണെന്ന് മനസ്സിലാകും. ഇതാണ് NDF നേതാവ് പറയുന്നത്. മാന്യ സഹോദരങ്ങളെ, ചിന്തിക്കണം. ലോകത്ത് ഏകദൈവ വിശ്വാസം അറിയുന്ന ഒരാളെങ്കിലും പറയോ അത് ലോകത്ത് ഭീകരവാദം ഉണ്ടാക്കുമെന്ന്?